മിനിസ്റ്റർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞോളൂ. അദ്ദേഹം സീറ്റിൽ എത്തിക്കോളൂ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കുറവുണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാലക്കാട് ജില്ലയിൽ സീറ്റ് ഏറ്റവും കുറവുള്ള ജില്ലയായിട്ട് മാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെ അഡീഷണൽ സീറ്റും ബാച്ചും അനുവദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ 60% താഴെയുള്ളവരാണെങ്കിൽ ഇപ്രാവശ്യം അലോട്ട്മെൻറ്റ് പൂർത്തീകരിക്കുന്ന സമയത്ത് 75% മാർക്കുള്ളവർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. പലപ്പോഴും വളരെ ദൂരെ നെല്ലിയാമ്പതി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പല കുട്ടികൾക്കും, ഇപ്പോൾ വട്ടാമ്പി അടക്കമുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകാലങ്ങളിലെ പോലെ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ വട്ടാമ്പി മണ്ഡലത്തിൽ വല്ലപ്പുഴ GHS വല്ലപ്പുഴ ചൂരക്കോടുള്ള സ്കൂളും അതുപോലെ തന്നെ GHS വിളയൂരും, ഈ 2 സ്കൂളും ബില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്നിട്ട് അഡീഷണൽ അവിടെ +2 ആരംഭിക്കുകയാണെങ്കിൽ വലിയൊരു പരിഹാരമാകും. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ വേഗത്തിൽ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. സർ, ബഹുമാനപ്പെട്ട പട്ടാമ്പി അംഗം മുഹമ്മദ് മുഹസിൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ മുഖ്യഘട്ടത്തിലെ 3ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച പ്രവേശന നടപടികൾ തുടർന്നു വരികയാണ്. മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് 2026 ജൂലൈ 3 വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകുന്നതാണ്. പാലക്കാട് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആകെ സീറ്റുകൾ 31,540 ആകെ അപേക്ഷകൾ 44,147 രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരെ പ്രവേശനം നേടിയവർ 21,777 മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 5,959 സർ, പാലക്കാട് ജില്ലയിലെ മുഖ്യഘട്ടത്തിന് ശേഷം പ്രവേശനത്തിന് ശേഷിക്കുന്നവർ 5,969 സർക്കാർ എയ്ഡഡ് മേഖലയിൽ ശേഷിക്കുന്ന സീറ്റുകൾ 4,196 മാത്രമാണ്. ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ 1,773 സീറ്റുകളുടെ കുറവ് ഇപ്പോഴുണ്ട്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാകെ 2,860 സീറ്റുകളാണുള്ളത്. നിയോജക മണ്ഡലത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 3,940 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ 2,615 പേർക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ശേഷിക്കുന്നത് 215 സീറ്റുകൾ മാത്രമാണ്. എന്നാൽ ഇനിയും 1,325 പേർ പ്രവേശനത്തിനായി ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പട്ടാമ്പിയിലും പാലക്കാട് ജില്ലയിലും സീറ്റുകളുടെ ഗണ്യമായ കുറവുണ്ട്. +1 പ്രവേശനത്തിൽ കുറവുള്ള സീറ്റുകൾ കണക്കിലെടുത്ത് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കാൻ 30/6/2026 മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർത്തിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ 30 ബാച്ചുകൾ ഉൾപ്പെടെ ആകെ 120 താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുന്നതാണ്. ഇതിലെടുക്കുന്ന മാനദണ്ഡങ്ങൾ: ഭൗതിക സാഹചര്യങ്ങൾ തൃപ്തികരമായ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പ്രഥമ പരിഗണന, സർക്കാർ സ്കൂളുകളുടെ അഭാവത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ തൃപ്തികരമായ എയ്ഡഡ് സ്കൂളുകൾ അടുത്തതായി പരിഗണന നൽകും. 2016 മുതൽ അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടതും നിലവിൽ 2 ബാച്ചുകൾ മാത്രം ഉള്ളതുമായ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്ക് 1 ബാച്ച് കൂടി മുൻഗണന നൽകി അനുവദിക്കുന്നതാണ്. സീറ്റുകളുടെ അഭാവമുള്ള സ്ഥലങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ആവശ്യകത പരിശോധിക്കേണ്ടതാണ്. മേൽ മാനദണ്ഡങ്ങൾ പ്രകാരം തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾ ബന്ധപ്പെട്ട റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധന നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ പട്ടിക തയ്യാറാക്കുക. തീർച്ചയായും പട്ടാമ്പിയിലെ ഈ പറയപ്പെട്ട സ്കൂളുകളെ നമുക്ക് ഈ വിഷയത്തിലേക്ക് പരിഗണിക്കാവുന്നതും പട്ടാമ്പി മണ്ഡലത്തിൽ പാലക്കാട് ജില്ലയിൽ മൊത്തം 30 അഡീഷണൽ ബാച്ചുകൾ നൽകുമ്പോൾ തീർച്ചയായും പട്ടാമ്പി മണ്ഡലത്തിലെ സ്കൂളുകളിലും പരിഗണിക്കപ്പെടും. മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്സ്, പരിചയസമ്പന്നരായ അധ്യാപകർ, BSc, BVoc, ഡിപ്ലോമ കോഴ്സ്, അക്കൗണ്ടിംഗ്, +1, +2 കോഴ്സുകൾ. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666.